നമസ്കാരം. അപ്പം നമുക്കൊരു കഥ കേൾക്കാം. ഒരു ഡിസംബറിന്റെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ, വളരെ തണുത്തുറഞ്ഞതായ രാത്രിയിൽ, ഒരു ഭവനത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് തീയില്ല. വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിലും ഈ തണുപ്പിൽ അല്പം മേല് കായാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് തീയില്ലാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ജനാലയുടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ദൂരെ കുന്നിന്റെ മുകളിൽ പ്രകാശം കാണുവാനിടയി. എടാ, ഇവിടെ തീയുണ്ടല്ലോ, ഞാൻ അവിടം വരെ ഇന്ന് രാത്രി പോയി അവിടെ എത്തുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇച്ചിരി തീ കൊണ്ടുവന്നാൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കാനും മേല് കായാനും ഒക്കെ എനിക്ക് സാധ്യമാകുമെന്ന് അറിഞ്ഞതായ ആ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു. കാട്ടിലൂടെയും വനാന്തര പ്രദേശത്തിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് നീങ്ങി. അവസാനം മണിക്കൂറുകൾ താണ്ടി ആ കോട്ടയിൽ അദ്ദേഹം എത്തി. അവിടെ എത്തിയ മനുഷ്യൻ അതിൻ്റെ വാതിൽക്കല്ലൊന്ന് മുട്ടി. വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു മാലാഖയായിരുന്നു. മാലാഖയെ കണ്ട ഈ വൃദ്ധൻ അമ്പരന്നുപോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണേലും മാലാഖ ചോദിച്ചു, എന്തിനാണ് നീ വന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഭയങ്കര തണുപ്പാണ്, തണുത്ത് വരച്ചിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരല്പം തീ കിട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ മാലാഖ ആ വൃദ്ധന്റെ ആവശ്യാനുസാരം അവന് ഒരു വെളിച്ചം പകർന്നു കൊടുത്തു. ആ വെളിച്ചം കൊണ്ട് വളരെ സന്തോഷത്തോടെ ആ വൃദ്ധനായ മനുഷ്യൻ നടന്നിരുന്നു. കുറെ മുൻപോട്ട് വന്നപ്പോൾ ഒരു യാചകിയായ ഒരു പെൺകുട്ടി വന്നു ഈ വൃദ്ധനായ മനുഷ്യന്റെ മുമ്പിൽ കൈപിടിച്ചു. നിനക്ക് തീ കിട്ടിയില്ലേ? ഇതിലൊരല്പം എനിക്കും തരുമോ? ഞാനും ഇന്ന് വെളിച്ചവും തീയും ഇല്ലാതെ കൊണ്ട് വളരെ കഷ്ടപ്പെടുകയായിരുന്നു. ഈ മനുഷ്യന് ഭയങ്കര ദേഷ്യം വന്നു. അതിനുണ്ടായൊരു കാരണം, ഇത്രയും കിലോമീറ്ററുകൾ ക്രമിച്ച് ഞാൻ ഇവിടം വരെ എത്തി ഈ തീ കൊണ്ടുവന്നത് ഇവൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയാണോ? വേണമെങ്കിൽ അവള് പോയി വാങ്ങിക്കുമായിരുന്നു. ഇങ്ങനെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചെങ്കിലും മനസ്സ് മാറ്റി ആ യാചകിയായ പെൺകുട്ടിക്ക് അല്പം വെളിച്ചം കൊടുത്തു. അവൾ വളരെ സന്തോഷത്തോടെ മുൻപോട്ട്. അല്പം മുമ്പോട്ട് ചെന്നപ്പം വാണ്ട വരുന്നു വേറൊരു പിച്ചക്കാരൻ. ഇദ്ദേഹത്തിനും തീ വേണം, ഇദ്ദേഹത്തിന് ഇച്ചിരി വെളിച്ചം വേണം. ഇത് ഭയങ്കര ശല്യമായി പോയത്. ഇവരാരും അവിടം വരെ പോയി ഇത് കൊണ്ടുവരുന്നില്ല. ഞാൻ കൊണ്ടുവരുന്നതിന്റെ പങ്ക് ഇവർക്കും വേണം. കോപത്തോടെ നിന്നെങ്കിലും മനസ്സ് മാറ്റി ഒരല്പം തീ ആ മനുഷ്യന് കൊടുത്തു. ആ യാചകനായ മനുഷ്യന് കൊടുത്തേച്ചു. അദ്ദേഹം മുൻപോട്ട് വന്ന് വീടെത്താറായപ്പോൾ എവിടെ നിന്നെന്നറിയില്ല, വളരെ വലിയൊരു കൊടുങ്കാറ്റടിച്ചു ഈ ഇദ്ദേഹം കൊണ്ടുവന്നതായ തീ കെട്ടി. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് തീ കൊണ്ടുവരാനുള്ളതായ ഒരു ത്രാണിയില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയാതെ ആ മനുഷ്യൻ വീട്ടിൽ വളരെയേറെ വിഷമിച്ചിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാലയുടെ നോക്കിയപ്പോൾ മുമ്പേ ആ മനുഷ്യന് തീ കൊടുത്തതായ 2 പേരും കൂടെ അദ്ദേഹത്തിന്റെ ഡോർ സ്റ്റെപ്പിൽ നിൽക്കുന്നതായിട്ട്. അന്ന് ആ രാത്രിയിൽ, ആ ഡിസംബറിൻ്റെതായ രാത്രിയിൽ, അവര് 3 പേരും അവിടെ ഒരു നല്ല ഡിന്നർ ഉണ്ടാക്കി, അതായത് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടെ അന്ന് അവിടെ കഴിഞ്ഞു എന്നാണ് ഈ കഥ അവസാനിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് സ്നേഹത്തോടുകൂടെ എന്താണ് പകർന്നു കൊടുക്കുന്നത്, അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ക്രിസ്മസ് നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.